ഇത് കൊള്ളാലോ. എടാ വിഷ്ണു, ഞാനിന്നലെ വിഷ്ണുവിനെ കണ്ടിരുന്നു. ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലേ? അതേടാ, പണ്ടാരോടും മിണ്ടത്തൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. റഹ്മത്തിനെയൊക്കെ വലിയ കാര്യം. ഓ, അത് ഏതായാലും ഒരു ആശ്വാസമായി. കല്യാണത്തിന്റെ ഒരുക്കൊക്കെ ഏതുവരെയായി? ഏതാണ്ടും എല്ലാം വട്ടമെത്തിയിട്ടുണ്ട്. ഇന്നലെ അവളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. ഉദ്ദേശിച്ചാലും പൈസ കൂടുതലായി. ആ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആകെ ഒരു പെങ്ങളുള്ളതല്ലേടാ. പിന്നെ പന്തൽ ഷംസുഖാനെ ഏൽപ്പിച്ചു. അവിടെയും പൈസ കൂടുതലാണ്. നീ ഷംസുഖാരനൊന്ന് സംസാരിക്കും. നിന്റെ പാർട്ടിക്കാരനല്ലേ, എന്തെങ്കിലും കുറച്ചു തരാതിരിക്കില്ല. അതൊക്കെ പറയടാ. കയ്യിൽ ഇതെന്താ പറ്റി? അതാ വഞ്ചി കൊണ്ട് പോറിയതാണ്. ഡെറ്റോൾ ഒഴിച്ച് കഴിയണം കേട്ടോ. എടാ, നമ്മുടെ സഖാവ് മനോജിന്റെ വീട് വരെ ഒന്ന് പോകണം, കല്യാണം വിളിക്കാനോ. എന്നെ കാണുമ്പോൾ അവന്റെ വീട്ടുകാർ ഏത് രീതി പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. നിനക്ക് തോന്നണ്ടാണ് മനോജിനെ ആക്രമിച്ചത് ഞങ്ങളുടെ പാർട്ടിക്കാരാണെന്ന്. അവനെ അറിയാവുന്നവരാർക്കും അത് ചെയ്യാനോ ചെയ്യിക്കാനോ കഴിയില്ല. അങ്ങനെയൊന്നും കൃത്യമായി പറയാനാവില്ല ബാബുട്ട. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല. ആരൊക്കെയോ തീരുമാനിക്കും, അവരത് ചെയ്യും. മനോജിന്റെ അടക്കം അനാഥമാക്കപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ബാബുട്ട ശരി. വേണോട്ടാ, അവന്മാരെല്ലാരും ഉണ്ടോ? നിന്നോടൊക്കെ കഞ്ചാവ് കച്ചവടം കൊണ്ട് ഈ കോളനിയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ടെടുക്കണം. വിഷ്ണു, നീ പോലീസിനെ നിന്നൊക്കെ കൈ കിട്ടട്ടടാ. എന്ന് വേണം. ശരി സഖാവേ, സഖാവ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ അതെ, ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണാൻ വേണ്ടി ഇത്രയും നേരം വരെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഷോ, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മാമന്മാരറിഞ്ഞാ തീർന്നു. ഉമ്മ ഒരു സാധനം തന്നിട്ടുണ്ട്. ഉസ്താദിനെ കൊണ്ട് ഓദിച്ചതാന്നാ പറഞ്ഞേ. ആഹാ, ഉമ്മ വന്നല്ലേ, നീ അത് കെട്ടിക്കോ. ഏയ്, ഇത് എനിക്കല്ല, പിന്നെ നിങ്ങൾക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്ഷയ്ക്ക് ഏലസോ കൊള്ളാം. നീ അത് കയ്യിൽ വെച്ചോ. ഉമ്മ ചോദിച്ചാലേ ഞാനത് കെട്ടിന്ന് പറഞ്ഞാ മതി. സഖാവേ, നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ എന്ത് പേരാ ഇടുക? സഖാവിന് ഏത് പേരാണോ ഇഷ്ടം ആ പേര് വിളിച്ചോ. മണിക്കാ ചെക്കപ്പ്, മറക്കല്ലേ. അല്ലേ വേണ്ട, ഞാനും കൂടി റെഡിയാവാം, നമുക്ക് ഒരുമിച്ച് പോവാലോ. അത് വേണ്ട, ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. പാർട്ടി ഹൗസിൽ അവരെല്ലാം എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. 11 മണിക്കല്ല അപ്പോയിന്റ്മെന്റ്. താൻ റെഡിയായിരുന്നു, ഞാൻ അപ്പോഴേക്കും എത്തിക്കോളാം.
അതെ ഞാൻ ഇന്നലെ പറയാനിരുന്നതാ. എനിക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, ഉമ്മാക്ക് എന്നോടൊപ്പം വന്ന് 2-3 ദിവസം നിൽക്കണമെന്നുണ്ട്. സഖാവ് എന്തു പറയുമെന്ന് ഓർത്ത. എനിക്ക് മനസ്സിലാവൂടോ. താൻ വിളിച്ചോ, എന്തായാലും മറ്റാരും അല്ലല്ലോ, സ്വന്തം ഉമ്മയല്ലേ. തൻ്റെ വിഷ്ണു അത്ര മൂരാച്ചെന്നുള്ളൂ. വേണ്ട, ഇത് നിനക്കല്ല, വൈകാതൊരു കുട്ടി സഖാവ് വരുന്നുണ്ടല്ലോ, ഇത് അവനുള്ളതാ. എന്നാ ഞാൻ അറിയട്ടെ. ദേ അവൻ കാലിട്ടടിക്കണ കണ്ട, പോണ്ടെന്നാ പറയണേ. മതി മതി, അച്ഛൻ പോയിട്ട് വരാട്ടാ. ദേ അമ്മേനധികം നോയിക്കരുത് കേട്ടോ. പോട്ടെ. ഈശോട്ടാ, ഞാൻ പാർട്ടി ഓഫീസിലൊന്ന് പോയിച്ചു വരാം. ആ ശരി എന്നാ, നോക്കിക്കൊള്ളണം കേട്ടോ. വാടാ. സാജു, ഞാൻ പറഞ്ഞില്ലേ സഖാവ് കൃത്യസമയത്ത് എത്തുന്ന. അല്ലെങ്കിൽ ഈ സഖാക്കൾ ഇങ്ങനെയാണ്, എല്ലാത്തിനും കാണാൻ ഒരു കൃത്യത, പോകുന്നതിനും വരുന്നതിനല്ല. സഖാവ് വിഷ്ണു അക്രമത്തിനും അനീതിക്കെതിരെ പടപൊരുത്തുന്ന പാർട്ടിക്കുള്ളിലെ ഒറ്റയാണ്. സഖാവ് ശിവന്റെ മകൻ, അതുകൊണ്ടാണല്ലോ നീയൊന്നും തോതക പോലും ചെയ്യാത്തത്. പണത്തിനും അധികാരത്തിനൊന്നും മോഹമില്ലാത്ത നീയൊക്കെ ജീവിച്ചിരുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ പണിയാടാ. നീ തീർന്നടാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കൂടാ. അല്ലേലും ഇത്ര കാലം ജീവിക്കാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലടാ. നിർത്തടാ, തല്ലിക്കൊല്ലടാ. Ah!